ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാവനയെ സൂര്യയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ജയനിർമ്മല ചാടിത്തില്ലും കൊണ്ട് അവിടേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് ഗായത്രി ഭാവനയെ മാറ്റി നിർത്തിയിട്ട് സംസാരിക്കുകയാണ്. മോളിപ്പോൾ ജയയുടെ കൂടെ പോയിക്കോ, അവരിപ്പോൾ ഇവിടേക്ക് വന്നതിൻ്റെ പിന്നിൽ തന്നെ ഇന്നലെ പോലീസ് സ്റ്റേഷനിലായില്ലേ, ആ ദേഷ്യത്തിലാണ്, അതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും, അതുകൊണ്ട് നീ പോവാൻ നോക്ക് മോളെ എന്ന് പറയട്ടോ. അതിനമ്മേ അവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്താ, ഞാൻ പോയിക്കോളാലോ എന്ന് പറയുമ്പോൾ നീ പോയിട്ട് വായോ, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പിന്നെ ജയയുടെ സംസാരമൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ, എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിച്ച് അതിന്റെ പിന്നിൽ പ്രശ്നമുണ്ടാക്കലല്ലേ ജയയുടെ സ്വഭാവം. നീ ഒന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് കൂടുതൽ നേരം ജയയെ അവിടെ നിർത്തണ്ട, പിന്നെ ഓരോന്ന് പറഞ്ഞ് സേതുവിനെ കൂടി ദേഷ്യപ്പിടിപ്പിക്കും. അപ്പോൾ സേതു ആണെങ്കിൽ അത് കേട്ടോണ്ട് നിൽക്കില്ല, എന്തെങ്കിലുമൊക്കെ മറുപടി പറയും, പിന്നെ അത് പ്രശ്നമാവും. ഭാവന പറയണേ, ഞാൻ ആദ്യം സൂര്യക്കൊന്ന് വിളിക്കട്ടെ അമ്മേ എന്ന് പറഞ്ഞ് ഗായത്രി പോയി കഴിഞ്ഞ ശേഷം സൂര്യക്ക് ഭാവന വിളിക്കാൻ കേട്ടോ. എന്നിട്ട് ഭാവനയോട് പറയണേ, ഞാൻ അമ്മയെ തേടി ഇറങ്ങിയതാണ്, അമ്മ രാവിലെ ആരോടും പറയാതെ എവിടെയൊക്കെ പോയിട്ടുണ്ട്, അപ്പോൾ അമ്പലത്തിലേക്കൊന്ന് പോയി നോക്കുകയാണെന്ന് പറയുമ്പോൾ ആൻറ്റി ഇവിടെ ഉണ്ട് സൂര്യ എന്ന് പറയട്ടോ. അവിടെ ഉണ്ടോ, അതെ, എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ്. അപ്പോൾ നീ എന്ത് തീരുമാനിച്ചു? ഞാൻ എന്ത് തീരുമാനിക്കാനാണ്, ഞാനിപ്പോൾ ആൻറ്റിയുടെ കൂടെ ചെന്നില്ലെങ്കിൽ പിന്നെ അവിടേക്ക് ചെല്ലണ്ടെന്നാ പറഞ്ഞിട്ടുള്ളത്, അതൊക്കെ നീ തീരുമാനിച്ചാൽ മതി, നീ വരണോ വേണ്ടയോ എന്നുള്ളതൊക്കെ ഞാനാണ് തീരുമാനിക്കുക, അല്ലാതെ അമ്മയല്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്തായാലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സൂര്യ, പിന്നെ നീ ഇങ്ങോട്ട് വാ, ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ കൂടെ ഉണ്ടല്ലോ നിന്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. പിന്നെ ഭാവന ഡ്രസ്സൊക്കെ മാറിയ ശേഷം ജയയുടെ അടുത്തേക്ക് ചെല്ലാണ്. അപ്പോൾ ജയ ഭാവനയെ കാത്തു നിൽക്കാൻ കേട്ടോ. എന്നിട്ട് ഭാവന നേരം വഴുകുന്നു എന്ന് പറയാണ്. അപ്പോഴാണ് ഭാനു പുറത്തേക്ക് വരുന്നത്. എന്നിട്ട് ഭാവന ഭാനുവിനെ കേട്ടോ, എന്ത് വന്നാലും നീ ഒരു കടുങ്കയും ചെയ്യാനൊന്നും നിൽക്കരുത്, എന്ത് പ്രശ്നമുണ്ടെങ്കിലും ചേച്ചിയോട് പറഞ്ഞാൽ മതി, പിന്നെ ജയേഷിന്റെ കാര്യത്തിൽ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവൻ ഇനിയും പല തന്ത്രങ്ങളും മെനഞ്ഞ് നിന്റെ അടുത്തേക്ക് വരും, അതിലൊന്നും നീ വീടാനും നിൽക്കണ്ട, നീ പേടിക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞ് ഉപദേശിച്ച ശേഷമാണ് ഭാവന പോകുന്നത്. അങ്ങനെ ഗായത്രി പറയണ, മോളെ നീ ശ്രദ്ധിക്കണം, നിന്നെ അവിടേക്ക് പറഞ്ഞയക്കുന്നതിൽ എനിക്ക് നല്ല പേടിയുണ്ട്, ഞാൻ എന്തെങ്കിലും ഒരു കാരണമുണ്ടാക്കി നിന്നെ ഞാൻ തിരിച്ച് ഇവിടേക്ക് തന്നെ വിളിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഗായത്രി ഭാവനയെ പറഞ്ഞയക്കുന്നത്. അങ്ങനെ ഭാവനയും ജയനിർമ്മലയും കൂടി കാറിൽ പോയി സൂര്യയുടെ വീട്ടിൽ പോയി ഇറങ്ങുന്ന സമയത്ത് ജയനിർമ്മല അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. അങ്ങനെ ഭാവനയും പുറത്തിറങ്ങി നോക്കുന്ന സമയത്ത് ഭാവനയും അതിശയത്തോടു കൂടി നോക്കുകയാണ്. അപ്പോൾ അവിടെ ജാനകി എത്തിയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ജാനകി അവിടെ ഇരുന്ന് ഇങ്ങനെ കടലൊക്കെ പെറുക്കി തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭാവനയെ ജയനിർമ്മല നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ജാനകി പറയണേ, ജയ നീ ഭാവനയെ വെറുതെ നോക്കണ്ട, ഞാൻ ഇവിടെ എത്തിയ വിവരം ഭാവന പോലും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഭാവന പറയണേ, ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ ആൻറ്റി എന്ന് പറയട്ടോ. അപ്പോൾ ജയ, നീ പിന്നെ എങ്ങനെ അറിഞ്ഞു ഭാവനയെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്ന വിവരം എന്ന് ചോദിക്കുമ്പോൾ എന്നെ സൂര്യയാണ് വിളിച്ചത്, സൂര്യ എന്നോട് ഇവിടേക്ക് വരാൻ വേണ്ടി പറഞ്ഞു, ഭാവനയെ നോക്കാൻ വേണ്ടി സൂര്യയാണ് എന്നെ വിളിച്ചത്. അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ എതിർക്കാനൊന്നും തോന്നിയില്ല, സൂര്യ വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നു എന്ന് പറയുമ്പോൾ ജയക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. എന്നിട്ട് ജയ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോവാണ്. എന്നിട്ട് ഭാവനയോട് ജാനകി പറയണേ, എന്നെ സൂര്യയാണ് വിളിച്ചത്, എന്നെ ഇവിടേക്ക് ജയ കൊണ്ടുവരുന്ന കാര്യമൊക്കെ സൂര്യയാണ് പറഞ്ഞത്, സൂര്യക്ക് നല്ല പേടിയുള്ളത് കൊണ്ടല്ലേ എന്നെ വിളിച്ചത്, അപ്പോൾ വെല്ലിച്ചൻ അവിടെ തനിച്ചാവില്ലേ എന്ന് പറയുമ്പോൾ വെല്ലച്ചനോട് ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത്, പിന്നെ പപ്പേട്ടന് പോലും നിന്നെ ഇവിടേക്ക് തനിച്ചു വിടുന്നതിൽ നല്ല പേടിയുണ്ട്, ഇവിടെ ഉള്ളവരൊക്കെ അങ്ങനത്തെവരാണല്ലോ, അജയനും പ്രസീതയും സുനിലും ഒക്കെ കണക്കാണെന്ന് പറയട്ടോ. പിന്നെ സുനിലിന്റെ കാര്യത്തിൽ എനിക്കെന്തോ ഒരു സംശയമുണ്ട്, ആ മാനസയും സുനിലും കൂടി കളിക്കുന്ന നാടകമാണെന്നുള്ളത് എനിക്കെന്തോ തോന്നുന്നുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ ഭാവന പറയണ, ഞങ്ങൾ സുനിലിനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടി കുറേ ശ്രമിച്ചു, പക്ഷെ അവനെ എന്ത് ചെയ്തിട്ടും അവൻ ഇവിടെ നിന്നും പോകുന്നില്ല എന്ന് പറയട്ടോ. എന്തായാലും അവന്റെ കള്ളത്തരം നമുക്ക് കണ്ടുപിടിക്കണം, മാനസയും സുനിലും കൂടി അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു കളി കളിക്കുന്നത്, ഇവരെ വെറുതെ വിടരുതെന്ന് ജാനകി ഭാവനയോട് പറയണേ. അങ്ങനെ ജാനകിയും ഭാവനയും കൂടി അകത്തേക്ക് കയറുന്ന സമയത്താണ് സുനിലെ താഴേക്ക് ഇറങ്ങി വരുന്നത്. എന്നിട്ട് സുനിൽ പറയണേ, ഈ ആന്റിയോട് കയറിയിരിക്കാൻ പറഞ്ഞതാണ് ഭാവന, അപ്പോൾ എന്നോട് കയറിയിരിക്കാൻ പറയാൻ നീ ആരടാ, ഇവിടുത്തെ കാരണവരോ എന്ന് ചോദിക്കുമ്പോൾ സുനിൽ പറയണേ, ഇവിടുത്തെ കാരണവരാവാനൊക്കെ ചാൻസ് ഉണ്ട്, കാരണം മാനസയ്ക്കുള്ള വീടാണെങ്കിൽ പിന്നെ എനിക്ക് കൂടി അവകാശപ്പെട്ടതല്ലേ. ഭാവന പറയണേ, വല്യമ്മ ഇവനോടൊന്നും കൂടുതൽ സംസാരിക്കണ്ട എന്ന് പറയുമ്പോൾ, അല്ല ഇവന് വേണ്ടി നമ്മൾ കുറെ ഓടിയതല്ലേ ഭാവന, ഇവനിൽ അവകാശം പറഞ്ഞിട്ട് ഒരു കോട്ടും സൂട്ടും ഇട്ടിട്ട് ഒരാൾ വന്നിരുന്നല്ലോ, എന്താ അവന്റെ പേര്, ഷവർമ്മയോ വർമ്മയോ അങ്ങനെ എന്തൊക്കെയാണല്ലോ, എന്തെങ്കിലും ആവട്ടെ, എന്റെ അച്ഛൻ ഇപ്പൊ എന്താ അയാൾക്ക് ഇവനെ വേണ്ടേ, എന്തൊക്കെയായിരുന്നു അയാളുടെ പ്രകടനം. ഭാവന പറയുന്ന, അച്ഛനെയും അമ്മയെക്കാളും വലുത് അവന് മാനസയാണെന്നും പറഞ്ഞിട്ടാണ് ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്, അതെ എനിക്ക് വലുത് മാനസ തന്നെയാണ്, ഞാനിപ്പോ വരുന്നതും മാനസയുടെ റൂമിൽ നിന്ന് തന്നെയാണ്, ഭാവന ഇവിടെ ഇല്ലാത്തപ്പോൾ
ചില ട്വിസ്റ്റുകളൊക്കെ നടന്നു, അതൊക്കെ സൂര്യ പറഞ്ഞു തന്നു. പിന്നെ സൂര്യക്ക് അതല്ലേ ജോലി എന്ന് ഭാവന പറയട്ടോ. അപ്പോഴാണ് അവിടേക്ക് ജയനിർമ്മലയും മാനസയും കൂടി വരുന്നത്. എന്നിട്ട് ജാനകി പറയാണ്, അല്ല ജയെ, എന്തിനാണ് ഇവനെ ഇവിടെ നിർത്തിയിരിക്കുന്നത്? ഞാൻ ഇവിടേക്ക് വന്നത് ഭാവനയ്ക്ക് ഒരു സഹായത്തിനാണെന്ന് വെക്കാം, പക്ഷെ ഇവനെ ഒരു ബന്ധവുമില്ലാതെ നീ എന്തിനാ ഇവിടെ നിർത്തിയിരിക്കുന്നത്? സുനിൽ പറയണ്, ബന്ധമില്ല എന്നൊന്നും ഒരിക്കലും ആന്റി പറയരുത്. മാനസ എന്റെ പെണ്ണാണ്. അപ്പൊ പിന്നെ അവൾ ഇവിടെ ഉള്ളിടത്തോളം കാലം എനിക്കും ഇവിടെ നിൽക്കാം. എന്താ ജയെ ഇത്? നിനക്കെന്താ ഇപ്പൊ നാണമില്ലേ? ഇവൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? പെണ്ണെ, ഇവനും നീയും കൂടി ചേർന്ന് നടത്തുന്ന ഒത്തുകളിയും നാടകവുമാണോ ഇവിടെ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മാനസ പറയുന്നത്, ആന്റി വെറുതെ ഇല്ലാത്ത കാര്യം പറയണ്ട. അല്ല, നിങ്ങളുടെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്ന് പറയുമ്പോൾ സുനിലും മാനസയും പെട്ടെന്നങ്ങ് പതറിപ്പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അജയനും പ്രസീതയും റൂമിൽ നിന്ന് ജാനകിയുടെ സംസാരം കേട്ട് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ പെട്ടെന്ന് അജയൻ അങ്ങ് പതറുകയാണ് കേട്ടോ. എന്നിട്ട് കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർക്കുകയാണ്. ജാനകി കാരണം സ്റ്റെപ്പിൽ നിന്നും എണ്ണ ഒഴിച്ച് സ്റ്റെപ്പിൽ നിന്നും വഴുതി വീണതിനെ കുറിച്ചും ജാനകി അജയനെ വട്ട് കളിപ്പിച്ചതിനെ കുറിച്ചൊക്കെ അങ്ങനെ ഓർമ്മ വരികയാണ്. എന്നിട്ട് അജയൻ പേടിച്ചുകൊണ്ട് ജാനകിയുടെ അടുത്തേക്ക് വരാം കേട്ടോ. അപ്പോൾ ജാനകി പറയണ, ആ നീയൊക്കെ ഇവിടെ ഉണ്ടോ? പിന്നെന്താ, നീ എൻ്റെ മക്കളോട് പോയി പറയുന്നില്ലേ? ഒരു കാര്യം പറഞ്ഞേക്കാം, നീ എനിക്കെതിരെ എന്തെങ്കിലും കളിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല, നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടാൻ കേട്ടോ. എൻ്റെ അച്ഛനപ്പൂപ്പന്മാരായിട്ട് എനിക്ക് പറഞ്ഞ അടവുകളൊന്നും നീ എന്നെ കൊണ്ട് എടുപ്പിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് അജയൻ്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് അങ്ങനെ ചെല്ലുക കേട്ടോ. അപ്പോഴൊക്കെ അജയൻ ഒന്നങ്ങ് പേടിക്കുകയാണ്. എന്നിട്ട് ജയെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്, ഊരി പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് വീണ്ടും വന്നിരിക്കുന്നത്, അതുകൊണ്ട് എന്നോട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിച്ചേക്ക്, നിന്നോട് കൂടിയാണ് പറഞ്ഞത് എന്ന് സുനിലിനോട് പറയുമ്പോൾ സുനിൽ പറയണേ, എന്നെ വിട്ടേക്ക് ആൻറ്റി, ഞാൻ ഒന്നിനും വരില്ല. അത് ശരി, നിനക്കിവിടെ താമസിക്കാനുള്ള പെർമിഷൻ തന്നത് തന്നെ മാനസയല്ലേ എന്നങ്ങ് പറയുമ്പോൾ വീണ്ടും സുനിൽ പതറുകയാണ് കേട്ടോ. അപ്പോൾ മാനസ പറയണേ, ഞാൻ ഇവിടെ ആർക്കും ഒരു പെർമിഷനും കൊടുത്തിട്ടില്ല ആൻറ്റി. അപ്പോൾ ജാനകി പറയണേ, എന്താ ജയ ഇത്? ഇവിടെ ഇതിൽ ആരാണ് നല്ല നടൻ നല്ല നടി എന്നുള്ളത് ക്ലൈമാക്സ് വരെ കാത്തിരിക്കേണ്ടി വരുമല്ലോ എന്ന് പറയുമ്പോൾ ജയനിർമ്മല പറയണ, അത്രയ്ക്ക് കാത്തിരിക്കണമെന്നൊന്നും ഇല്ല, എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത് എന്ന് പറയുമ്പോൾ, അയ്യോ അത് മതി, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. അല്ല ജയെ, എൻ്റെ ബലമായ സംശയം ഇവർ നാലാളും കൂടിയിട്ട് ഒത്തു കളിക്കുന്നതാണോ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോൾ അജയൻ പറയരുത്, അനാവശ്യം പറയരുത്, അനാവശ്യമാണോ സത്യമാണോ എന്നുള്ളത് നമുക്ക് വഴിയേ അറിയാം. എന്നിട്ട് പറയണേ, ജയെ, ഭാവനയെ ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇപ്പോൾ കാണിച്ച ആർജവമുണ്ടല്ലോ, അത് ഇവരെ രണ്ടുപേരെയും ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി കാണിച്ചാൽ അത് ജയക്ക് വളരെ നല്ലതായിരിക്കും. ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് ജയ പറയുമ്പോൾ, ജയ തന്നെ നോക്കണം, അല്ലാതെ എനിക്ക് നോക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയട്ടോ. എന്നിട്ട് ഭാവന ജാനകിയെയും കൂട്ടിയിട്ട് റൂമിലേക്ക് പോവാട്ടോ. എന്നിട്ട് ഭാവന പറയണേ, ആന്റിക്ക് വല്യമ്മ പറഞ്ഞതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ, എന്നോട് സൂര്യ ഇവിടേക്ക് വരുമ്പോൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെയാണ് ഞാൻ ചെയ്യുന്നത്, അതിന്റെ ഫസ്റ്റ് ഡോസ് ആണ് ഇപ്പൊ ഞാൻ കൊടുത്തത്. പിന്നെ ഞാൻ ഇവിടെ വന്നതിന്റെ പേരിൽ മോളെ ആരും ഇനി കുറ്റപ്പെടുത്തില്ല, കാരണം ഞാനിപ്പോ സൂര്യയുടെ ഗസ്റ്റ് ആണ്. പിന്നെ ഒരു കാര്യം മോളെ, ആ മാനസ പഠിച്ച കള്ളിയാണ്. ജയക്ക് ആ മാനസയിൽ നിന്നും നല്ലൊരു തിരിച്ചടി കിട്ടിയാലാണ് അവൾ പഠിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ, ആന്റി ഒരിക്കലും പഠിക്കാൻ പോകുന്നില്ല വല്യമ്മ. എങ്കിലിന് പോലും ഇതുവരെയും ആന്റിയെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആദ്യം ആ സുനിലിനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്ന് പറയുമ്പോൾ ജാനകി പറയണ, എങ്കിൽ മാനസയെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിക്കണം. അതിനവൾ സമ്മതിച്ചില്ലെങ്കിൽ ഇത് മാനസയും സുനിലും കൂടി കളിക്കുന്ന നാടകമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എല്ലാം നമുക്കൊന്ന് കണ്ടുപിടിക്കണം എന്ന് പറയണേ. പിന്നീട് ജാനകി ഗായത്രിയെ വിളിച്ച്, ഞാനിപ്പോൾ സൂര്യയുടെ വീട്ടിലാണെന്നുള്ള കാര്യം പറയാട്ടോ. അത് കേൾക്കുമ്പോൾ ഗായത്രിക്ക് ഒരുപാട് സന്തോഷമാവാണ്. എന്നെ സൂര്യയാണ് ഇവിടേക്ക് വിളിച്ചത്, ഭാവനയെ സംരക്ഷിക്കാൻ ഞാൻ ഇവിടെ ഉണ്ടാവണം എന്നുള്ളത് സൂര്യയാണ് പറഞ്ഞത്, അതുകൊണ്ട് ഇനിയിപ്പോൾ ആർക്കും എതിർക്കാനൊന്നും കഴിയില്ല. പിന്നെ ഭാവന ഇവിടെ സുരക്ഷിതമല്ല എന്നുള്ളത് സൂര്യക്കും നമുക്ക് എല്ലാവർക്കും അറിയാലോ. എത്ര തന്നെ നോക്കിയാലും ഭാവനയെ സംരക്ഷിക്കാനൊന്നും ജയക്ക് കഴിയില്ല. അപ്പൊ പിന്നെ ഇനിയിപ്പോൾ ഞാൻ തന്നെ ഇവിടെ നിൽക്കാമെന്ന് സൂര്യ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചത്, എന്തായാലും വീട്ടിലുള്ളവരോടൊക്കെ പറഞ്ഞേക്ക്, ആരും ഇനി ഭാവനയുടെ കാര്യത്തിൽ ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞ് ഫോൺ വെക്കാം കേട്ടോ. അപ്പോഴത്തേക്കും സേതുവും മായും വരികയാണ്. അപ്പോൾ ഭാവനയുടെ കൂടെ ജാനകി അവിടെ ഉണ്ട് എന്ന് അറിയുമ്പോൾ മായക്കും സേതുവിനൊക്കെ ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ. പിന്നീട് സൂര്യ വീട്ടിലേക്ക് എത്താണ്. അപ്പോൾ ഭാവന ഓടി ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് സൂര്യയോട്, എന്തിനാണ് സൂര്യ വല്യമ്മയോട് ഇവിടേക്ക് വരാൻ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് നിന്റെയും കുഞ്ഞിൻ്റെയും കാര്യത്തിൽ നല്ല ടെൻഷനുണ്ട്, എനിക്ക് ഈ വീട്ടിൽ നിന്നെ സുരക്ഷിതമാക്കി നിർത്താൻ ഭർത്താവായ എനിക്ക് പോലും കഴിയുന്നില്ല. അപ്പോൾ പിന്നെ ജാനകി ആൻറ്റി ആവുമ്പോൾ അതൊക്കെ നിന്നെ നല്ലതുപോലെ നോക്കിക്കോളും. ഈ വീട്ടിൽ അജയനും പ്രസീതയും സുനിലൊക്കെ ഉള്ളത് കൊണ്ട് എന്നെ ഇവിടെ നിർത്തുന്നത് കൊണ്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട്. അപ്പോൾ ജാനകി ആൻറ്റി ആവുമ്പോൾ എനിക്ക് പിന്നെ ഒരു പേടിയുമില്ല എന്ന് പറയട്ടോ. അപ്പോൾ ഭാവന പറയണ, അല്ല വല്യച്ഛൻ അതൊരു ബുദ്ധിമുട്ടാവില്ലേ എന്ന് പറയുമ്പോൾ, വല്യച്ഛനോട് ചോദിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്, അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും ഇനി ഒരു ടെൻഷനുമില്ല. അല്ല, നിന്റെ തീരുമാനം എന്താണ് ഭാനുവിൻ്റെ കാര്യത്തിൽ നീ തീരുമാനിച്ചത്? നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ ഇപ്പോൾ പഴയ ഭാവനയല്ല, നീ എൻ്റെ ഭാര്യയാണ്. പോരാത്തതിന് നീ ഒരു അമ്മയാവാൻ പോകുന്നതാണ്. ഭാഗ്യം കൊണ്ടാണ് വീണ്ടും നിനക്കൊരു അമ്മയാവാനുള്ള
കാണാനുള്ള ഭാഗ്യം കിട്ടത്. എന്നിട്ടിപ്പോൾ അടിപിടിക്കൊക്കെ പോയിട്ട് വീണ്ടും എന്തെങ്കിലുമൊക്കെ വരുത്തി വെച്ചാൽ എന്തുണ്ടാവും? അതുകൊണ്ട് നീ ഇനിയെങ്കിലും എടുത്തു ചാടാതിരിക്കണം. അവരുമായി നീ അടിപിടി കൂടാൻ വേണ്ടി ചെന്നപ്പോൾ നിനക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? എനിക്കിപ്പോൾ അതൊക്കെ ഓർത്തിട്ട് വല്ലാത്ത പേടിയാണ് തോന്നുന്നത് എന്ന് പറയട്ടോ. നീ ഇപ്പോൾ ഇനി ഒരു കാര്യം ചെയ്താൽ മതി. ഭരത്തിനോട് എല്ലാ കാര്യവും, ഇതുവരെ ഉണ്ടായ എല്ലാ കാര്യവും നീ തുറന്നു പറയണം. അനുവും ഭരത്തിനോട് സംസാരിച്ചോട്ടെ. അങ്ങനെ ആ ജയേഷിനെ കുറിച്ചുള്ള എല്ലാ കാര്യവും ഭരത് അറിയുന്നത് നല്ലതാണെന്ന് പറയട്ടോ. അങ്ങനെ ഭാവന ഭരത്തിനോട് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി സൂര്യ പറഞ്ഞതുപോലെ തീരുമാനിക്കുകയാണ്. പിന്നീട് മാനസയും സുനിലും കൂടി സംസാരിക്കുന്നത് ജാനകി നിരീക്ഷിക്കുകയാണ് കേട്ടോ. അങ്ങനെ ജാനകി വരുന്ന സമയത്താണ് മാനസയും സുനിലും കൈ പിടിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അങ്ങനെ സുനിലിനോട് മാനസ പറയാണ്, നമ്മൾ തമ്മിലുള്ള റിലേഷനൊന്നും ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല, അതെൻ്റെ മരണം വരെയും എൻ്റെ മനസ്സിലുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ സുനിൽ പറയണം, അതെങ്ങനെ മറക്കും മാനസ? അതിനുള്ള തെളിവല്ലേ നിൻ്റെ വയറ്റിലുള്ള കുഞ്ഞ് എന്നൊക്കെ പറയട്ടെ. അപ്പോൾ അതെല്ലാം തന്നെ ജാനകി ഇനി മറഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ മാനസയുടെ വയറ്റിലുള്ള കുഞ്ഞ് സുനിലിൻ്റേതാണെന്നുള്ളത് ജാനകി തന്നെയാണ് കേട്ടോ ഇനി അത് അറിയാൻ പോകുന്നത്. ഈ സമയം മാനസയെയും സുനിലിനെയും ആ വീട്ടിൽ നിന്നും പറഞ്ഞയക്കാൻ വേണ്ടി ദേവൻ ഒരു തീരുമാനമെടുക്കുകയാണ്. മാനസയും അജയനും പ്രസീതയും സുനിലും കൂടി ഈ വീട്ടിൽ നിന്നും മാറി താമസിക്കണം, എങ്കിൽ മാത്രമാണ് ഈ വീട്ടിൽ ഇനി മനസമാധാനവും സ്വസ്ഥതയും ഉണ്ടാവൂ എന്ന് ദേവൻ തീരുമാനിക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേവൻ മാനസയോടും ജയനിർമ്മലയോടും കൂടിയിട്ടാണ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ മാനസ തന്നെ അങ്ങ് ഞെട്ടിപ്പോവാൻ കേട്ടോ. ഈ വീട് എനിക്ക് സ്വന്തം എന്നല്ലേ ആൻറ്റി പറഞ്ഞത്, എന്നിട്ടിപ്പോൾ ഞാനിപ്പോൾ ഈ വീട്ടിൽ നിന്നും പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് എനിക്ക് ഈ വീട് സ്വന്തമാവുക എന്നൊക്കെയാണ് കേട്ടോ മനസ്സിൽ ചിന്തിക്കുന്നത്. അങ്ങനെ മാനസയുടെ വയറ്റിലുള്ള കുഞ്ഞ് സുനിലിൻ്റേതാണെന്ന് തെളിയാൻ തുടങ്ങുകയാണ്.